സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ ആദ്യ വിതരണ അറിയിപ്പുകളെത്തി. നിലവിൽ 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലായി 55 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൈകളിലെ വിതരണം സംബന്ധിച്ച് ചില അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 19 അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ 200 മുതൽ 500 രൂപയുടെ വരെ വർധനവുണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. നിലവിൽ 2000 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDF സർക്കാർ അടിസ്ഥാന പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ വിവിധ ഘട്ടങ്ങളിലായാവും പെൻഷൻ തുക 1000 രൂപയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ മാനദണ്ഡങ്ങളും സർട്ടിഫിക്കറ്റ് സമർപ്പണവും ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും ഇപ്പോൾ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. ജൂൺ മാസം 30 മുന്നോടിയായി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ തുക ജൂലൈ മാസം മുതൽ മുടങ്ങുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാവും ജൂൺ മാസം മുതലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എത്തിച്ചേരുക. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി സർക്കാർ കർശനമാക്കും. നിലവിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26.67 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കുമാണ് തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ UDF സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രം സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ലക്ഷണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും കർഷക തൊഴിലാളികൾ അടക്കമുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വയോധികർക്കും നൽകുന്ന ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി LDF സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഇല്ലാതെയാക്കി കേന്ദ്ര സർക്കാർ മാതൃകയിൽ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തുമെന്നതാണ് ധവളപത്രം ശുപാർശ ചെയ്യുന്നത്. KSSPL വഴി വായ്പയെടുത്താണ് കുടിശ്ശിക വരുത്താതെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകാൻ LDF സർക്കാരിന് സാധിച്ചത്. ആ രീതിയിൽ നിന്നും പിന്മാറുന്നു എന്നതിനർത്ഥം കുടിശ്ശികയുടെ UDF കാലം തിരികെ വരുന്നു എന്നതാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. UDF സർക്കാർ ആധാർ DBT സംവിധാനത്തിലേക്ക് പൂർണ്ണമായി മാറണമെന്ന് വാശി പിടിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വരുമാന സ്വത്ത് മാനദണ്ഡങ്ങൾ ക്ഷേമ പെൻഷൻ അർഹതയ്ക്കായി സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കാനാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അതിലൂടെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനാണ് പുതിയ സർക്കാരിന്റെ നീക്കമെന്നും വിവിധ മേഖലകളിൽ നിന്നും ആരോപണം ഉയർന്നു. കേന്ദ്ര സർക്കാർ ആധാർ DBT വഴി ചില പെൻഷനുകളും തൊഴിലുറപ്പ് കൂലിയും വിതരണം ചെയ്യുമ്പോൾ നിരന്തരം പരാതികൾ ഉയരാറുണ്ട്. ആധാർ കാർഡിലെ പേര്, ജനന തീയതി തുടങ്ങിയവ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ പോലും പെൻഷൻ ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ബയോമെട്രിക് പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികളും വ്യാപകമായുണ്ട്. പ്രായമായവരുടെയും കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളുടെയും വിരലടയാളങ്ങൾ മാഞ്ഞു പോകുന്നത് സാധാരണമാണ്. ആധാർ പുതുക്കാനോ വിരലടയാളം പതിപ്പിക്കാനോ കഴിയാതെ വരുമ്പോൾ ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഇവർ പുറത്താക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഭൂരിപക്ഷവും നിരന്തരം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരല്ല. മിനിമം ബാലൻസ് ഇല്ലാത്തതുപോലുള്ള കാരണങ്ങളാൽ അക്കൗണ്ട് മരവിച്ചാൽ പെൻഷൻ തുക ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകും. സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളിൽ ഭൂരിപക്ഷത്തിനും നേരിട്ട് വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറുന്നത് പ്രാദേശിക സഹകരണ ബാങ്കുകളാണ്. അവരുടെ സേവനം ഇല്ലാതാക്കുന്നത് വഴി കിടപ്പ് രോഗികൾക്കും അവശരായ വയോജനങ്ങൾക്കും കിലോമീറ്ററുകൾ താണ്ടി പെൻഷൻ വാങ്ങാൻ പോകേണ്ടി വരുമെന്ന അവസ്ഥയാണ് സർക്കാർ സൃഷ്ടിക്കുന്നതെന്നും ഇതൊക്കെ സാമൂഹ്യക്ഷേമ പെൻഷനെ അട്ടിമറിക്കാനുള്ള നടപടികളാണെന്നും കർഷക തൊഴിലാളി യൂണിയൻ ആരോപിച്ചു. പാവങ്ങൾക്ക് കുടിവെള്ളവും വെളിച്ചവും നിഷേധിക്കാനുള്ള നിർദ്ദേശവും ധവളപത്രത്തിലുണ്ട്. വാട്ടർ അതോറിറ്റിയും KSEBയും അർഹരായ ഗുണഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിലാണ് സേവനം നൽകുന്നത്. പൊതുഗതാഗതവും അങ്ങനെയാണ്. അർഹരായവരുടെ സബ്സിഡി തുക സർക്കാർ ഏറ്റെടുക്കാതെ കേന്ദ്ര സർക്കാർ മാതൃകയിൽ ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കി പിന്നീട് തിരികെ നൽകാനാണ് UDF സർക്കാർ ധവളപത്രത്തിന്റെ മറവിൽ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പാചകവാതകത്തിനുള്ള സബ്സിഡി തിരികെ നൽകുമെന്ന് വ്യാമോഹിപ്പിച്ചതല്ലാതെ ആർക്കും സബ്സിഡി ഇതുവരെയും കിട്ടിയിട്ടില്ലാത്തത് അതിനുദാഹരണമാണെന്നും വിവിധ സംഘടനകൾ വ്യക്തമാക്കി. കൈകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം അക്കൗണ്ട് വഴിയാക്കുമോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമറിയാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.